നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഞാൻ ഗ്രേസ് എൽസ ജേക്കബ്, കാക്കനാട് CC അസെൻഷൻ ചർച്ച് സഭാ അംഗമാണ്. ജേർണി ത്രൂ ദ സാംസിൻ്റെ 84-ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം സങ്കീർത്തനം 51 13 മുതൽ 19 വരെയാണ്. അനുതാപ സങ്കീർത്തനങ്ങളിൽ ഏറ്റവും പ്രസക്തമായ ഒരു സങ്കീർത്തനമാണിത്. പാപത്തെക്കുറിച്ചുള്ള പശ്ചാത്താപവും ലംഘനങ്ങളെ മോചിക്കുന്നതിനുള്ള പ്രാർത്ഥനയും എല്ലായ്പ്പോഴും മനുഷ്യരിലുണ്ട്. മനഃപൂർവ്വമായി അനുദപിക്കുന്ന ഏതൊരു വ്യക്തിയോടും ദൈവം ക്ഷമിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് വ്യക്തമാണ്. ഇത് വ്യക്തമാക്കുന്ന അനേക ഉദാഹരണങ്ങളിൽ ഒന്നാണ് ഈ സങ്കീർത്തനം. ദാവീദ് പറയുന്നു, ഞാൻ കുറ്റമേറ്റു പറയാതെ നിന്റെ അടുക്കൽ യാഗവസ്തുവിനെ കൊണ്ടുവന്നാൽ നീ സ്വീകരിക്കുകയില്ല. എന്നാൽ ഞാൻ കുറ്റമേറ്റു പറഞ്ഞ് നിന്റെ മുമ്പിൽ തകർന്നും നുറുങ്ങിയതുമായ ഹൃദയവുമായി വന്നാൽ നീ എൻ്റെ യാഗവും ശുശ്രൂഷയും സ്വീകരിക്കും. ദാവീദ് ഈ സങ്കീർത്തനം എങ്ങനെ അവസാനിപ്പിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. വാക്യം 18 പറഞ്ഞിരിക്കുന്നത്, നിന്റെ പ്രസാദപ്രകാരം സിയോനോട് നന്മ ചെയ്യണമേ, യെരുശലേമിന്റെ മതിലുകളെ പണിയണമേ. ദാവീദ് തൻ്റെ പാപപ്രവൃത്തി മൂലം എല്ലാം കീറിക്കളയുകയായിരുന്നു, പണിയുകയല്ലായിരുന്നു. ഇസ്രായേലിൻ്റെ ശത്രുക്കൾ ഇസ്രായേലിൻ്റെ ദൈവത്തെ നിന്ദിക്കുവാൻ വഴിയൊരുക്കുകയായിരുന്നു. ദാവീദ് പറയുന്നു, ദൈവമേ, ഞാൻ പാപം ചെയ്തപ്പോൾ ഞാൻ എല്ലാം കീറിക്കളയുകയായിരുന്നു. ഞാൻ നിന്നെ പ്രസാദിപ്പിക്കുകയല്ലായിരുന്നു. ഇപ്പോൾ ഞാൻ നിന്നെ പ്രസാദിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിന്നെ പ്രസാദിപ്പിക്കുന്നത് കൊണ്ട് ഞാൻ ഇനിയും പണിയും. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ മനുഷ്യ ജീവിതത്തിലും അറിഞ്ഞോ അറിയാതെയോ പറയുന്ന വാക്കുകൾ, കാണുന്ന കാര്യങ്ങൾ, ചെയ്യുന്ന പ്രവൃത്തികൾ ഒരുപക്ഷെ ദൈവത്തിന് അനിഷ്ടമായത് ചെയ്തു പോയാലും ഒരവസരം ദാവീദിനെ പോലെ ഏറ്റു പറയാനുള്ള മനോഭാവം നമ്മളിൽ ഓരോരുത്തരും ഉണ്ടാവട്ടെ. ആമേൻ.